Okay, good morning everybody. Good morning after the മനസ്സമ്മതം. ഞാൻ നല്ല റോക്കോനെ ഓക്കെ ബൈ. വ്ളോഗ് 34 കണ്ടവർക്കറിയാം, ജിസ്ലിൻ്റെയും നിർമ്മലിൻ്റെയും മനസ്സമ്മതമായിരുന്നു ഇന്നലെ. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസമാണ് ഇത്. നെക്സ്റ്റ് ഡേ ഞങ്ങളുടെ മധുരം വെപ്പും, അത് കഴിഞ്ഞ് അടുത്ത ദിവസം കല്യാണമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ദിവസം കുറച്ച് അല്ലറ ചില്ലറ പർച്ചേസുകൾക്കൊക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങിയേക്കുന്നതാണേ. ഞങ്ങളിപ്പോൾ ഇവിടുത്തെ കോട്ടയം ലുലുവിൽ വന്നതാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി ജിസ്ലിൻ്റെ അനിയന്മാർ 2 പേരും, നിർമ്മലും ഞാനും ഷഹസാദും റമീസും അൽഷ, ഞങ്ങളെല്ലാവരും കൂടി ലുലുവിൽ വന്നതാണ്, കോട്ടയം ലുലുവിൽ. 4 മാസം മുന്നേ ജിസ്ലിൻ കല്യാണമാണ്. ഡേറ്റ്സ് 11th 13th 15th ആണ്. അതുകൊണ്ട് നിങ്ങൾ ഒരാഴ്ച അവിടെ തന്നെ വന്ന് നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റ് ഞങ്ങളിട്ട പ്ലാനാണ്, എങ്കിൽ ശരി നമുക്ക് ഇടയ്ക്കുള്ളൊരു ദിവസം കോട്ടയം കമ്പനി പോകാമെന്ന്. വെറുതെ പറഞ്ഞൊരു ഡയലോഗാണെങ്കിലും ഞങ്ങൾ ആ 4 മാസം കഴിഞ്ഞ് ഇവിടെ കോട്ടയം കമ്പനിയിൽ ഒരു ദിവസം ഫ്രീ കിട്ടിയപ്പോൾ വന്നതാണ്. ജസ്റ്റ് ഫീൽ സോ അൺറിയൽ ഫോർ സം റീസൺ ബിക്കോസ് ഇറ്റ്സ് ഓൾസോ ഫാസ്റ്റ്. പക്ഷേ ജസ്റ്റ് മാരിഡ് ആൻഡ് കല്യാണത്തിൻ്റെ വ്ളോഗും മധുരമപ്പിൻ്റെ വ്ളോഗൊക്കെ ആയിട്ട് കുറേ ഫുട്ടേജ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ദിവസത്തിൻ്റെ വ്ളോഗ് ആണിത്. അകം താനായി അരികിരതേ അരിമുഖം ഇനിയതற்கு தடம் ஏதோ தெரிகிறதே அன்பினை உணர்வதற்கு. விரிந்தனம் வாழ்விலே இனி ஓர் பாதையோ சிறுஉலா சிறுமொழி நாம் பேசலாம் தினம் தினம். அகம் தானாய் அருகிறதே அறிமுகம் இனியதற்கு. അവിടെ കയറിയിടുന്നമ്മ. ഞങ്ങളിവിടെ കുവാൻകോയിൽ നിന്നും അടുത്തത് ഞാൻ നേരെ കാണുന്ന സീതാഫലിലോട്ട് പോകാം കേട്ടോ. அகம் தானாய் அறிகிறதே அறிமுகம் இனியதற்கு தடம் ஏதோ அன்பினை உணர்வதற்கு. இமை வெளி விரியும் பார்வை ஓர்கணம். வரைபடம் வரையதே உன் இருவிழி இடம் மனம். ഞങ്ങളിത് പരിപാടിയുടെ ഇന്ന് രാവിലെയാണ്. ഇത് മധുരം വെപ്പിൻ്റെ അന്ന് രാവിലെയാണ്. രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നേ ജിസ്ലിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞങ്ങൾ ലേറ്റായിട്ട് എഴുന്നേറ്റ്. അപ്പോൾ ഉള്ള ഹൽദി ഡ്രസ്സ്
ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നാളെ ഇടാനുള്ളൊരു കമ്മലും മേടിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾ അതിന് വേണ്ടി ഇവിടെ ഒരു ലേഡീസ് സ്റ്റോറി വന്നേക്കാണ് കേട്ടോ. ഇല്ല, അത് തയ്ക്കാനൊക്കെ പോയി. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2 മണിക്കൂർ ആവുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മേക്കപ്പ് ചെയ്യാനൊക്കെ പോകാൻ. ഇത് കൂട്ട് ആക്ച്വലി എന്തെങ്കിലുമാണ് വേണ്ടത്. എന്തെങ്കിലും ഒരു മൂവിയുടെ കളർ വരുന്ന സാധനങ്ങളാണ് വേണ്ടത്. ഞാൻ ഓൺലൈൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മളൊന്ന് വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. ജീവനുണ്ട് ഞങ്ങളുടെ കൂടെ, ഷഹസാദുണ്ട്, റമീസുണ്ട്. അവൻ അപ്പുറത്ത് ജസ്റ്റ് ഇറങ്ങിയേക്കോ ഇപ്പോൾ. ഞാൻ പറഞ്ഞതിന് മുന്നേ അവള് പറഞ്ഞതായിരുന്നു. ഞാൻ വന്നു, അവളപ്പത്തേനും പറഞ്ഞു. എവിടെ എത്തിയപ്പോ ഞാൻ വിളിച്ചു, അവളപ്പത്തേനും ഇവിടെ എത്തി. എന്താ ഇവിടെ അവള് സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങിയായിരുന്നു വീഴുന്നത്. അപ്പൊ ഞാൻ അവിടെ എത്തിയപ്പോ ഇവിടെ വിളിച്ചു. അപ്പത്തേനും ഇവിടെ താഴെ എത്തി. ഓക്കെ, മേക്കപ്പ് ചെയ്തിട്ട് ദിവസം മധുരമപ്പിന്റെ സാരിയൊക്കെ എടുത്ത് ബ്യൂട്ടീഷ്യൻ അടുത്തോട്ട് പോവാ. പ്രിങ്ക് കൂടെ പോവാ. റമീസ് കൊണ്ടുവന്ന് ആക്കുന്നേ, അതും കൂടെ പോവായിരിക്കും. അമ്മമാരിവിടെ എന്താ കണ്ടുകൊണ്ടിരിക്കും. എൻ്റെ യൂട്യൂബ് ഒരു ഹായ് പറയൂ ബോയ്സ്. അപ്പോൾ ഒരു മധുരമപ്പിനെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. രാവിലെ ഞങ്ങൾ ഫുഡ് കഴിച്ചില്ല. ഫുഡ് കഴിക്കാതെ ഞങ്ങൾ ഈ സാധനമൊക്കെ മേടിക്കാൻ പോയത്. അപ്പം ഞാൻ ജിസ്ലും പെങ്ങും കഴിക്കാതിരുന്നപ്പോഴത്തേക്കും കഴിക്കായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ കഴിക്കട്ടെ. അതുകൊണ്ട് എനിക്ക് സാരി കൊടുക്കണം. തിരക്കാണ് ഇവിടെ മൊത്തത്തിൽ. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന പോലെ കുറേ വ്ളോഗ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ. ഹായ്, ദിസ് ഇസ് ഞങ്ങളിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ജിസ്ലിൻ്റെ കയ്യിൽ കഴിഞ്ഞ ഇട്ടിരുന്നത് വേറെ അവളുടെ എൻഗേജ്മെൻറ്റിന് ചേരുന്ന കളറൊക്കെ ആയിരുന്നു. എന്നിട്ട് ഇപ്പോൾ അത് മാറ്റി വേറെ റെഡ് നെയിൽ പോളിഷ് ഞങ്ങളിന്ന് രാവിലെ വാങ്ങിച്ചിട്ട് അതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹായ് പ്രിങ്കു, ഹായ് വിലീറ്റ, ഹായ്. ഓക്കെ, ഇവിടെ വേറെ ആരും ഇല്ല കേട്ടോ, ഞങ്ങൾ മാത്രമല്ലേ. അവന്മാരിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. ക്യാമറ പോകുന്നതിൻ്റെ ഇങ്ങനെ ഒരു രീതിയിൽ അവന്മാരെ കിട്ടാത്ത രീതിയിൽ ഇങ്ങനെ ഓടി ഓടി നടക്കുക. ആക്ച്വലി ഇത് AC ഉള്ള മുറിയായത് കാരണം ഞങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ബാക്കി വിശേഷമൊക്കെ മധുരമേപ്പൻ്റെ വ്ളോഗിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ.